Welcome to BSc Main Physics. Semester 1, Paper 1, Mechanics and Properties of Matter. Today the topic is torsion. Class number 47, BSc Main Physics, Paper 1, Mechanics and Properties of Matter, Unit 4, Elasticity. Topic is torsion. So the first question is, what is meant by torsion? Explain the meaning of torsion. What is meant by torsion? When a rod is fixed at one end and twisted about its axis by means of a torque at the other end, the rod is said to be in torsion. When a rod is fixed at one end and twisted about its axis by means of a torque at the other end, the rod is said to be under torsion. Torsion involves shearing strain, and so the modulus of elasticity involved is rigidity modulus. ഇപ്പോൾ ടോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടറിക്കൽ റോഡ് അല്ലെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ വയർ അതിൻ്റെ ഒരു ടോപ്പിലോ അല്ലെങ്കിൽ ഒരറ്റത്ത് ഫിക്സ് ചെയ്യുക, ഉറപ്പിച്ച് നിർത്തുക, എന്നിട്ട് താഴത്തേറ്റം കറക്കുക, ഒരു ടോർക്ക് കൊടുത്തിട്ട് താഴത്തേറ്റം കറക്കുക, പിരിക്കുക. അങ്ങനെ ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ടോർഷൻ. ഒരു സിലിണ്ടറിക്കൽ റോഡ് അതിൻ്റെ ഒരറ്റം നമ്മളിത് ഫിക്സ് ചെയ്തിട്ട് മറ്റേ അറ്റം തിരിക്കുക, ടോർഷൻ ചെയ്യുക, കറക്കുക, ഒരു ടോർക്ക് കൊടുത്തിട്ട് ഇങ്ങനെ പിരിക്കുക, അതിനെ വിളിക്കുന്ന പേര് ടോർഷൻ. അപ്പോൾ ടോർഷൻ നടത്തുമ്പോൾ ആ റോഡിന് സംഭവിക്കുന്നത് ഷിയറിംഗ് സ്ട്രെയിനാണ്. അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ഏരിയയാണ് മാറുന്നത്. ടോർഷൻ നടത്തുമ്പോൾ അതിൻ്റെ ഒരു ഷിയറിംഗ് സ്ട്രെയിനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി റിജിഡിറ്റി മോഡുലസ് എന്നാണ്. ഒരു റോഡിനെ നമ്മൾ ടോർഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാകും. ആ ലെങ്തിലൊന്നും വ്യത്യാസം ഉണ്ടാകുന്നില്ല, ഷേപ്പിലാണ് വ്യത്യാസം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന മോഡുലസ് റിജിഡിറ്റി മോഡുലസ് എന്നാണ്. അപ്പോൾ ആ റിജിഡിറ്റി മോഡുലസ് എൻ ഉപയോഗിച്ച് ഒരു എക്സ്പ്രഷൻ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതാണ് എക്സ്പ്രഷൻ ഇനി പറയുന്നത്. ഇതൊരു ലോങ് ആൻസർ ടൈപ്പ് എസ് ഐ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ പാർട്ട് ഓഫ് എസ് ആയിട്ട് ചോദിക്കും. ഒരു കംപ്ലീറ്റ് എസ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ടോർഷൻ പെൻഡുലത്തിൻ്റെ കൂടെ ഒരു പാർട്ട് എസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ക്വസ്റ്റിൻ്റെ ടൈറ്റിൽ ഇതാണ്, എക്സ്പ്രഷൻ ഫോർ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ്. Expression for couple per unit twist, or it is also called torsional rigidity. Torsional rigidity C. Expression for couple per unit twist. Couple per unit twist is also known as torsional rigidity. So the question may be like this: you derive an expression for couple per unit twist, or you derive an expression for a torsional rigidity. And this is the expression: C is equal to pi n r is to 4/12. Derivation of C is equal to pi n r is to 4/12. ഒരു സിലിണ്ടറിക്കൽ റോഡിൻ്റെ ടോർഷൻ റിജിഡിറ്റിയാണ് എഴുതിയിരിക്കുന്നത്. C is equal to pi n r is to 4/12. The torsional rigidity or couple per unit twist of a cylindrical rod is given by C is equal to pi n r is to 4/12, where n is rigidity modulus, r is radius of the rod, and L its length. We see the derivation. ഇപ്പോൾ ഒരു റോഡിനെ നമ്മൾ അനേകം സിലിണ്ടറിക്കൽ ഷെല്ലായിട്ട് അസ്യൂം ചെയ്യണം. ഒരു റോഡിനെ, സിലിണ്ടറിനെ അനേകം സിലിണ്ടറിക്കൽ ഷെല്ലായിട്ട്, കുഴലായിട്ട്, ട്യൂബായിട്ട് അസ്യൂം ചെയ്യണം. അപ്പോൾ അപ്രകാരമുള്ള ഒരു ട്യൂബാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ അനേകം എണ്ണമായിട്ട് നമുക്കിങ്ങനെ ഇതിന് വിചാരിക്കാവുന്ന ഒരു സിലിണ്ടറിക്കൽ റോഡിനെ അനേകം കോൺസെൻട്രിക് ട്യൂബുകളായിട്ട്, ഷെല്ലുകളായിട്ട് വിചാരിക്കാവുന്നതാണ്. അത്തരം ഷെല്ലാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ആ ഷെല്ലിൻ്റെ റേഡിയസ് എക്സ് ആയിട്ട് വരും, ലെങ്ത് എല്ലായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ സെൻട്രൽ ആക്സിസ് O1 O എന്ന് പറയും. ഈ O1 എന്ന് പറയുന്ന അറ്റത്താണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, താഴെയാണ് കറക്കുന്നത്. അപ്പോൾ താഴെ കറക്കുമ്പോൾ ആ എ ബി ലൈൻ AB1ലേക്ക് മാറും. മുകളിൽ ഒരു ആംഗിൾ ഫൈ ഉണ്ടാക്കും. ആംഗിൾ ഫൈയെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഷിയർ. താഴെ റേഡിയസ് എക്സ് OB എന്നുള്ളത് OB1ലേക്ക് മാറും. ഒരു ആംഗിൾ തീറ്റ താഴെ ഉണ്ടാക്കും. ആ തീറ്റയെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ഇപ്പോൾ രണ്ട് ആംഗിളാണ് വരുന്നത്, ആംഗിൾ ഓഫ് ഷിയർ ഫൈ ആൻഡ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് തീറ്റ. യു ലുക്ക് ഹിയർ, കൺസിഡർ എ സിലിണ്ടറിക്കൽ റോഡ് ഓഫ് ലെങ്ത് L and radius small r, and this cylindrical rod can be assumed to be consisting of number of concentric cylindrical shells
consider one such shell of axis O1O and radius x. When we consider the entire cylindrical rod, x can vary from 0 to r. And here a shell is shown. AB is a line on it, on the surface. When this shell is fixed at the top and twisted at the bottom, the radius OB will go to OB1, making an angle theta at O. Theta is full angle of twist. And when we twist at the bottom, AB line, the vertical AB line, assumes a new position AB1, making an angle phi at A. Phi is full angle of shear. Theta and phi are the two angles involved here. Theta is full angle of twist and phi is full angle of shear. Theta is full angle of twist and phi is full angle of shear or shearing strain. You see, consider a cylindrical rod of length L and radius R. The upper end is fixed, clamped, and the other end is twisted through an angle theta. By applying a couple to the lower end in a plane perpendicular to its length. അപ്പോൾ ലെങ്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് താഴെ നമ്മൾ ട്വിസ്റ്റിംഗ് കപ്പിൾ കൊടുക്കണം. മോളറ്റ് ഫിക്സഡ് ആണ്, ക്ലാംപ്ഡ് ആണ്. To find the value of twisting couple, imagine the cylinder to be made up of a large number of cylindrical shells. നമ്മൾ പറഞ്ഞ കാര്യം, consider one such a shell of radius x and radial width dx. O1 is the axis of the cylinder. On twisting the രണ്ട് ഫിഗറാണ് ഇവിടെ വരയ്ക്കേണ്ടത്. ഒന്ന്, മുകളിൽ കാണുന്ന സിലിണ്ടറിക്കൽ ഷെല്ലിൻ്റെ ചിത്രം, താഴെ ആ സിലിണ്ടറിൻ്റെ മൊത്തം ചിത്രം, ആ ബേസിൻ്റെ അതിൻ്റെ ബോട്ടം പോയിൻ്റ്, ആ ഷെല്ലിൻ്റെ പാർട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഷെല്ലിൻ്റെ പാർട്ടാണ് ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ റേഡിയസ് എക്സ് ആണ്. എക്സ് 0 to r മാറും. തീറ്റ അതിന് ആംഗിൾ ട്വിസ്റ്റ് എന്ന് പറയും. B1 ആണ് അവിടെ ബി എന്നുള്ള പോയിന്റ് B1ലേക്ക് മാറുന്നത്. മുകളിലത്തെ പടത്തിലുണ്ട്. അപ്പോൾ മുകളിലത്തെ പടത്തിൽ എ എന്നൊരു അറ്റം കാണിച്ചിട്ടുണ്ട്, മുകളറ്റം കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബോട്ടം കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ നടുക്ക് കാണുന്ന ഷെയ്ഡഡ് ആയിട്ടുള്ള റിങ് പോലുള്ളതാണ് ഷെല്ലെന്ന് പറയുന്നത്. ആ ഷെല്ലിൻ്റെ റേഡിയസ് ആണ് എക്സ്. ഈ ഷെല്ലാണ് മുകളിൽ വരച്ചിരിക്കുന്നത്. സിലിണ്ടറിൻ്റെ എൻ്റർ സിലിണ്ടറിൻ്റെ റേഡിയസ് സ്മോളർ ആണ്. അതാണ് ഇവിടെ ഈ ചിത്രത്തിൽ പുറത്തെ റേഡിയസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് ചിത്രവും നിങ്ങൾ ഇത് എഴുതുമ്പോൾ കൊടുക്കേണ്ടതാണ്. ദിസ് ഫിഗർ ഷോസ് ദ ബോട്ടം സെക്ഷൻ ഓഫ് ദി cylinder under torsion. The shaded ring is the bottom of the cylindrical shell, radius x. Theta is angle of twist, and the radius of the entire cylinder is small r. X can vary from 0 to r. The distance BB1, we have to calculate. The thickness of the shell we take as dx. That is marked there. The thickness of the shell we take as dx. So the rod is twisted by twisting couple. Imagine the cylinder to be made up of a large number of cylindrical shells. Consider one such a shell of radius x and radial width dx. ഒരു ഷെല്ലാണ് ഈ താഴെ കാണുന്ന. ആ ഷെല്ലിൻ്റെ താഴെയുള്ള സെക്ഷൻ ആണ് വരച്ചിരിക്കുന്നത്. അതിൻ്റെ റേഡിയസ് എക്സ് ആണ്, റേഡിയൽ വിഡ്ത്ത് ഡി എക്സ് ആണ്. എക്സിന് 6 വരെ വേരി ചെയ്യാം, സ്മോൾ ആർ വരെ. O1 ഈസ് ദി ആക്സിസ് ഓഫ് ദി സിലിണ്ടർ. അത് മുകളിലത്തെ പടത്തിലുണ്ട്. ഓൺ ട്വിസ്റ്റിംഗ് ദ ലൈൻ എ ബി, നമ്മൾ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ലൈൻ എ ബി shifts to AB1, making an angle phi. Phi is full angle of shear or shearing strain. ആ മുകളിലുള്ള ആംഗിൾ ഫൈയെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഷിയർ ഓർ ഷിയറിംഗ് സ്ട്രെയിൻ. ഫ്രം ട്രയാങ്കിൾ OBB1 താഴത്തെ പടത്തിലുണ്ട്, ജസ്റ്റ് മുകളിൽ കാണുന്ന പടത്തിലുണ്ട്. ഇതിൽ
ആ ട്രയാങ്കിൾ OBB1 അതിനകത്ത് നമുക്ക് എഴുതാൻ പറ്റും ആംഗിൾ തീറ്റ ഈസ് ആർക്ക് ബൈ റേഡിയസ്, ദാറ്റ് ഈസ് ദി BB1 by x, ദാറ്റ് ഈസ് BB1 is x theta. ഫ്രം ട്രയാങ്കിൾ ABB1 അത് ഫസ്റ്റ് ഫിഗറിലുണ്ട്. ഫസ്റ്റ് ഫിഗറിൽ ഇതാണ് ABB1. ഇതാ സൂചി പോലെ കാണുന്ന ട്രയാങ്കിളാണ് ABB1. അവിടെ ആംഗിൾ ഫൈ എന്ന് പറഞ്ഞാൽ ആർക്ക് ബൈ റേഡിയസ് BB1 by L ആയിരിക്കും. റേഡിയസ് ആയിട്ട് L വരും. ആംഗിൾ ഫൈ ഈസ് ഈക്വൽ ടു BB1 by L. അപ്പോൾ ആ രണ്ട് ട്രയാങ്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അതിൽ നിന്ന് രണ്ട് ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. രണ്ടും BB1ൻ്റെ ഇക്വേഷനാണ്. നോക്കിക്കേ, ഫ്രം ട്രയാങ്കിൾ OBB1 theta is BB1 by x, that is BB1 is x theta. From triangle ABB1 phi is BB1 by L, that is BB1 is L phi, equating the two, x theta is L phi is x theta by L. Equation number 1, and this is the equation for angle of shear or shearing strain. And when we consider the entire cylinder, the shearing strain phi will be R theta by L. For the entire cylinder, shearing strain phi is R theta by L. For this shell, the angle of shear is x theta by L. Equation number 1. This is an important formula. Problem can be asked using this formula. Then comes, we know the modulus of unit N is shearing stress by shearing strain. That is N is equal to shearing stress F by phi, where F is a shearing stress. F is a shearing stress. We cross multiply the equation. F is N phi. Put the value of phi, that is x theta by L. We put the value of phi, then we get F is Nx theta by L. Therefore, force acting on the face area of the shell, if we have stress, then force can be found by multiplying it by the face area of the shell. Therefore, force acting on the face area of the shell, small f is capital F into A, stress into area, that is F into 2πx dx. In the face area of the shell ring, you know the area of the ring 2πx dx. If a ring of radius x and radial width dx is given, its area A is 2πx dx, and we have studied it in moment of inertia of a ring. Area of a ring is 2πx dx. That is put here. The face area of the shell is area of a ring, that is 2πx dx. Therefore, small f, force acting on the face area of the shell, small f is equal to F into 2πx dx. Put the value of F, capital F. Small f is Nx theta by L into 2πx dx. That we obtain as small f is 2 pi theta by L s square dx. That is the force acting on the face area of the shell. Therefore, couple acting on the face area of the shell. If we have force, then couple we can find by multiplying this force by distance. So couple acting on the face area of the shell, d tau is equal to small f into x. Put the value small f. That is d tau is 2 pi theta by L x square dx into x. Multiply x. That is 2 pi theta by L x cubed dx. We get the x cubed dx. So the couple acting on the entire face area of the shell, we have to integrate. Tau is integral d tau. That is integral. Tau is integral 0 to r 2 pi theta by L x cubed dx. We integrate x cubed dx. That we are integrating. That is tau is 2 pi theta by L integral 0 to r x cubed dx, and you know the integral of x cubed dx is x raised to 4 by 4. So we write the total couple torque. Tau is 2 pi theta by L x raised to 4 by 4 from 0 to r.
put the limit. That is pi n theta by L. 2 will cancel. Pi n theta by 2L into r is to 4 minus 0. That is tau is equal to pi n r is to 4 theta by 2L. That is the total torque. But you know, tau is equal to c theta. We know it, this relation, where c is called couple per unit twist. Total torque is couple per unit twist into twist. Therefore, tau is c theta. Now, c is called couple per unit twist, or it is called torsional rigidity. Torsional rigidity. And we put tau is c theta in the above step. That is, we obtain c theta is pi n r is to 4 by 12 theta. Pi n r is to 4 theta by 12, theta will cancel. We get c is pi n r is to 4 by 12. This is the couple per unit twist or the torsional rigidity. You especially note the word torsional rigidity. Question can be asked in that manner. And this is the important question, essay type. Define rigidity modulus that we have studied initially. And the derivation, derive an expression for couple per unit twist or torsional rigidity. അപ്പോൾ റിജിഡിറ്റി മോഡൽസ് ഡിഫൈൻ ചെയ്യാൻ ഷിയറിംഗ് സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ എന്നുള്ള കാര്യം ഡിഫൈൻ ചെയ്യണം. എന്നിട്ട് ഈ ഡെറിവേഷൻ പറയണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് ഓൾ വിത്ത് യുവർ the lecture on paper 1, mechanics and properties of matter. We continue in the next class. Thank you very much.